BP രാവിലെ ഒന്ന് ടെസ്റ്റ് ചെയ്യണം. കാരണം നമ്മളെ ഇതൊക്കെയെന്ന് പറഞ്ഞാൽ വാങ്ങിച്ച് നമ്മുടെ വീട്ടിൽ ഇതൊക്കെ വാങ്ങിച്ച് വെച്ചേക്കുന്നതുകൊണ്ട് നമ്മൾ BP ഒക്കെ നമ്മൾ തന്നെയാണ് ടെസ്റ്റ് ചെയ്യുന്നത്. എങ്ങനെയൊക്കെയാണെന്ന് അറിയണമല്ലോ. തിരിച്ചാണല്ലേ? അങ്ങനെയാണ്, അത് ശരിയാണ്. ഞാൻ എപ്പോഴും ഇങ്ങനെ BP ഒക്കെ നോക്കും, എങ്ങനെയൊക്കെ എന്തൊക്കെയാണ് അവസ്ഥയെന്നേ. അന്നേരം അറിയാൻ പറ്റും കൂടുതലാണോ കുറവാണോ എന്താണെന്നുള്ളത് അറിയണമല്ലോ. കുറവാണ്, തീരെ കുറവാണ് BP. കുറവെന്നല്ല, മീഡിയം, ഓവറൊന്നുമല്ല കേട്ടോ. ബാറ്ററി മാറേണ്ട ടൈം ആയിട്ടുണ്ട് ഇതിനകത്ത്. ബാറ്ററിയിലാണ് ഇത് വർക്ക് ചെയ്യുന്നത്. 4 ബാറ്ററി ഉണ്ട്. അത് ടൈമായി, അത് ചേഞ്ച് ചെയ്യേണ്ട ടൈമാണ്. കണ്ടോ, 126, 77, കൂടുതലല്ല. 126 എന്ന് പറഞ്ഞാൽ മോർണിംഗ് അല്ലേ, മോർണിംഗിലെ 126 കൂടുതലല്ല. അടിയിലെ 77 വന്നിരിക്കുന്നത്. 100 താഴെ ആയിരിക്കണം എന്നുള്ളത്. 100 മേളിലോട്ട് പോയാൽ BP അപകടമാണ്, അടിയിലത്തേത്. ഇത് കണ്ടോ, ഇതിപ്പം 77 വന്നിട്ടുള്ളൂ. 126, 77 കണ്ടോ, കുഴപ്പമില്ല, മീഡിയമാണ്. മോർണിംഗ് അല്ലേ, മോർണിംഗിലൊക്കെ നമ്മൾ ബ്ലഡ് കൂടുതൽ സർക്കുലേഷൻ നടക്കുന്ന ടൈമാണ്. അന്നേരം ആ സമയത്തൊക്കെ കുഴപ്പമില്ല. ഇതിപ്പോൾ ഓവറൊന്നും അല്ല, മീഡിയമാണ്, കുഴപ്പമില്ല. ഇപ്പം എനിക്ക് തന്നെ ശരിക്കും പറഞ്ഞാൽ 126 പോലും വരാൻ പാടില്ലാത്ത കാരണം എന്ന് പറഞ്ഞാൽ രാവിലെയൊക്കെ എണ്ണീറ്റ് വരുമ്പോൾ അങ്ങനെ വരും. അത് കുഴപ്പമില്ല. ഞാൻ എൻ്റെ ബോഡിയുടെ കൊളസ്ട്രോള്, BP, അതെല്ലാം ഞാൻ സ്വന്തമായിട്ടാണ് ടെസ്റ്റ് ചെയ്യുന്നത്. എനിക്കറിയാം. ഞാൻ പറഞ്ഞില്ലേ, ഞാൻ മെഡിക്കൽ പഠിച്ചിട്ടുള്ള ആളാണെന്ന് പറഞ്ഞില്ല. അതുകൊണ്ട് എനിക്കറിയാം. അല്ല, വേറൊരാളുടെ ഹെൽപ്പിൻ്റെ ആവശ്യമില്ല എനിക്ക്. പിന്നെ അതുപോലെ കൂടിയ രോഗങ്ങളോ കാര്യങ്ങളോ ആണെങ്കിൽ മാത്രമേ ഹോസ്പിറ്റലിൽ പോകാറുള്ളൂ. അല്ലെങ്കിൽ ഞാൻ ഹോസ്പിറ്റലിലൊന്നും പോകാറില്ല. എനിക്ക് ഹോസ്പിറ്റലിൽ പോകേണ്ട ആവശ്യമില്ല. എനിക്ക് മെഡിസിനൊക്കെ എന്തൊക്കെയാണെന്നുള്ളത് എനിക്കറിയാം. എന്തിനൊക്കെ എന്തൊക്കെ മെഡിസിൻ കഴിക്കണമെന്നുള്ളത് എനിക്ക് ശരിക്കും അറിയാവുന്ന ആളാണ്. അല്ലാതെ ഒന്നും അറിയാൻ വയ്യാതെ പൊട്ടു പിടിച്ചടിക്കുന്ന ആളൊന്നുമല്ല ഞാൻ കുറച്ച് ഈ മെഡിക്കൽ പഠിക്കാൻ എൻ്റെ അമ്മ കൊണ്ട് തന്നെ ആക്കിയതാണ്.
ഞാൻ അവിടെ നിന്ന് പോരുന്നു. അന്നേരം എനിക്ക് ഏകദേശം മെഡിക്കൽ സംബന്ധമായിട്ടുള്ള കുറച്ച് നോളജൊക്കെ ഉണ്ട്. അതാണ് മനസ്സിലായത്. അന്നേരം ബി പി നോക്കി, അത് ഓക്കെയാണ്. രാവിലത്തെ മോർണിംഗത്തെ ജോലികളാണ് ഇതൊക്കെ. ഇടയ്ക്കിടയ്ക്കുണ്ടല്ലോ നോക്കണം എങ്ങനെയാണ് അവസ്ഥകൾ, എങ്ങനെയാണ് കൂടുതലാണോ കുറവാണോ മീഡിയമാണോ എങ്ങനെയൊക്കെയാണെന്ന് അറിഞ്ഞിട്ട് അതിലാണ് ഫുഡിൻ്റെ കൺട്രോളിൽ പോകുന്നത് നമ്മൾ. ഓക്കെ. അയ്യോ ഇതില്ലായിരുന്നു.